ഹായ് ഗേസ്, ഞാൻ ഷനി കടവത്ത്. ഞാനിന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെപ്റ്റംബർ 17 ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായത്. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഇത് ബ്യൂറോക്രസി, അതായത് ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്യൂറോക്രസി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 309 ടു ആർട്ടിക്കിൾ 323 എ വരെയാണ് ഉള്ളത്. അതിനകത്ത് അത് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ബ്യൂറോക്രാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ളതാണ് ഇതിനകത്ത് ഉള്ളത്. എല്ലാ കാര്യങ്ങളും പിരിച്ചുവിടലും എല്ലാം, അതായത് ആർട്ടിക്കിൾ 311 അതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും ഇതൊക്കെ അതിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെട്ട വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്ന നിയമം ആണ് ഇത്, കേരള പബ്ലിക് സർവീസ് ആക്ട്. ഇനി KSSR അത് 1958, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആണ്. ഇത് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുവായ വിഷയങ്ങളും അവർ പാലിക്കേണ്ട ചില നിയമങ്ങളും സർവീസ് റൂളിലുള്ള സ്പെഷ്യൽ റൂൾസൊക്കെ അതിനകത്ത് ഉള്ളതാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ നിയമിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. കേരള ഗവൺമെൻറ് സർവീസ് കൺട്രോൾ റൂൾസ് 1960 സെക്ഷൻ 67 പ്രകാരം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ, ഇതൊക്കെ 309 വരുന്നതാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അതുപോലെ സംഘടനയിലോ അംഗമാകരുത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തനത്തിലും പങ്കെടുക്കാനും പാടില്ല. അതുപോലെ തന്നെ 67A പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ വർഗീയ മത സംഘടനകളുടെ അത്തരം ട്രസ്റ്റിൻ്റെ സമൂഹത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കാനും പാടില്ല. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ, പുകവലി ഇവയൊന്നും ചെയ്യാനും പാടില്ല. അത് രണ്ടും 93C-യിലും 93D-യിലും ഉള്ളതാണ്. പിന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ജോലിക്ക് ഉപയോഗിക്കാനും പാടില്ല, വീട്ടുജോലിക്ക്. അത് 93E പ്രകാരം ഉള്ളതാണ്. ഒരു സർക്കാർ ജീവനക്കാരനും ഒരു സ്ത്രീയെ അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല. അത് 93F ആണ്. പിന്നെ കേരള സർവീസ് റൂൾസ് എന്ന് പറഞ്ഞാൽ 1959 ആണ്. അതിനകത്ത് കേരള സർവീസ് റൂൾസിൽ അവരുടെ യാത്രാ ചെലവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റവന്യൂ ഗൈഡ്, അത് റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട് വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികളും നിയമങ്ങളും അത് ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് റവന്യൂ ഗൈഡ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ് പുറത്തിറക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെക്രട്ടേറിയറ്റ് മാനുവൽ, സെക്രട്ടേറിയറ്റ് ഓഫീസിലെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ.